വളരെയേറെ സങ്കടത്തോടുകൂടി ചെയ്യുന്നൊരു വീഡിയോ ആണ്. കാരണം നമുക്കും മക്കളുണ്ട്. കുഞ്ഞുങ്ങളെന്ന് പറയുന്നത് അവരുടെ ഒരു വിരൽത്തുമ്പം മുറിഞ്ഞാൽ നമുക്ക് വേദനിക്കും, അല്ലേ? അത് ഗതികേട് കൊണ്ടായിരിക്കാം ചില അമ്മമാർക്ക് ഒന്നും ചെയ്യാൻ പറ്റാതെ പോകുന്നത്. സാഹചര്യം, പൈസ ഇല്ലായ്മ, ആ സിറ്റുവേഷൻ കൊണ്ടൊക്കെ ആയിരിക്കും. എങ്കിലും ഒരമ്മയും ചിന്തിക്കില്ല മക്കളുടെ വിരൽത്തുമ്പ് മുറിയുന്നത് പോലും സഹിക്കാൻ പറ്റുമെന്ന്. അങ്ങനെ ഇരിക്കെ ഒരു പഠിക്കാൻ പോയൊരു കുഞ്ഞിനെ ജാതിയുടെ പേരിൽ ആക്ഷേപിച്ച ആ നായിൻ്റെ മോനെ വെട്ടി ബലി കൊടുക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇവനൊക്കെ ഭൂമിക്ക് മേളിൽ വച്ചിരിക്കരുത്. ഇവനെയൊക്കെ കൊണ്ടുവന്ന് സമൂഹത്തിൽ ഇവനെയൊക്കെ കൊണ്ടുവന്ന് തുറങ്കിലടച്ചിട്ടോ ഇവനെയൊക്കെ കൊണ്ടുവന്ന് ജയിലിൽ കൊടുത്തിട്ടോ യാതൊരു കാര്യമില്ല. ഇവനൊക്കെ ഇറങ്ങി വരുമ്പോൾ വീണ്ടും ഇത് തന്നെ കാണിക്കും. അതിന് വിട്ടുകൊടുക്കരുതെന്നാണ് ജനങ്ങളായ നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്. ഇവൻ്റെ 2 കാലും അടിച്ചുപിടിക്കണം. ആ ചിരിച്ച് കുഴഞ്ഞ മുഖത്ത് വരുന്ന ഭാവമൊക്കെ വരുന്ന നാവും കാര്യമൊക്കെ ഉണ്ടല്ലേ, അവൻ നാവ് കൊണ്ടല്ലേ സംസാരിച്ച, നാവിനെ പിഴുതെടുക്കണം. അവൻ്റെ നാവിനെ പിഴുതെടുത്ത് പുറത്തിടണം. ഇവനെ കൊല്ലരുത്, ഇഞ്ചിഞ്ചായിട്ട് കൊല്ലണം. എങ്കിലേ ഇവൻ ആ കുഞ്ഞിനോട് കാണിച്ച വേദന ഇവനും അറിയണം. അറിഞ്ഞിട്ട് വേണം ഇവൻ മരിക്കാൻ. ഇവനെ ഒരടിയായിട്ട് മരിക്കാൻ വിടരുത്. ജനങ്ങൾ കൈകാര്യം ചെയ്യണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇവനെ നിയമത്തിന് വിട്ട് കൊടുക്കരുത്. ഇവൻ പക്ക ഫ്രോഡാണ്. എന്ത് ജാതി, എന്ത് മതം. ബ്ലഡിന് ആവശ്യം വന്ന് നമ്മൾ ഹോസ്പിറ്റലിൽ പോകുമ്പോൾ ആരുടെയെങ്കിലും ബ്ലഡാണ് നമുക്ക് കിട്ടുന്നത്, അല്ലേ? അവിടെ ചെല്ലുമ്പോൾ നായന്മാരുടെ ബ്ലഡ് എടുക്കാൻ പറ്റുള്ളൂ എന്ന് പറയാൻ പറ്റുമോ? അല്ലെങ്കിൽ മുസ്ലിങ്ങളുടെ ബ്ലഡ് എടുക്കാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ ക്രിസ്ത്യാനികളുടെ ബ്ലഡ് എടുക്കാൻ പറ്റുള്ളൂ എന്ന് പറയാൻ പറ്റുമോ? ഏത് ജാതിയെന്നൊന്നും നമുക്കറിയില്ല. ആരോരാൾ നമുക്ക് വേണ്ടി ബ്ലഡ് കൊടുത്തിട്ട് പോകുന്നു. അങ്ങനെയാണ് നമുക്ക് പൊതുജീവൻ കിട്ടുന്നത്. ഇതുപോലും മനസ്സിലാക്കാൻ കഴിവില്ലാത്ത നായിൻ്റെ മോനെയൊക്കെ എന്തിനാണ് ഭൂമിക്ക് മേളിൽ വെച്ചിരിക്കുന്നതെന്നാണ് എനിക്ക് പറയാനുള്ളത്. വല്ലാത്തൊരു തരം അറപ്പും വെറുപ്പും തോന്നിപ്പോവാണ്. ഇവനെ അങ്ങനെ എൻ്റെ കയ്യിൽ കിട്ടിയിരുന്നെങ്കിൽ ഇവനെ ഞാൻ പപ്പടം പൊടിക്കും പോലെ പൊടിച്ചേനെ. കേസ് കോപ്പ് എന്ത് വന്നാലും എനിക്കൊന്നുമില്ല. ജനിച്ചാലൊരിക്കൽ മരണമുണ്ട്, അല്ലേ? ഒരു നല്ല കാര്യമാണ് ചെയ്തിട്ട് ജയിലിൽ പോയ അന്തസ്സുണ്ട്. ഇവനെയൊക്കെ പോലുള്ളവനെ വെട്ടിയെരിയണം, വെട്ടി കണ്ട തുണ്ടമാക്കണം. പക്ഷേ ഇവനെ അങ്ങനെ കൊല്ലാൻ പറ്റില്ല. ഇവനെ ഇഞ്ചിഞ്ചായിട്ട് വേണം കൊല്ലാൻ. ഇവൻ്റെ 2 കാലും അടിച്ചു കൊടുക്കണം, 2 കൈയും വെട്ടിയെടുക്കണം, നാവിനെയും പിഴുതെടുക്കണം. എന്നിട്ട് അവനെ ജീവിക്കാൻ വിടണം. അപ്പം മനസ്സിലാക്കണം ജാതിയുടെയും മതത്തിൻ്റെയും വില എന്താണെന്ന്. ഇവനെയൊക്കെ ഏത് അച്ഛനും അമ്മയും ജനിപ്പിച്ചെന്നാണ് എനിക്ക് മനസ്സിലാകാത്തത്. അവരെയും കൂടെ പഴി ഏൽപ്പിക്കാനായിട്ട്. എന്നാൽ ആ കുഞ്ഞ് എന്തും വേണ്ടി സഹിച്ചിട്ടുണ്ടാവും. അല്ല, ഞാൻ പറയട്ടെ, ഇത്രയും വളർന്ന കുട്ടികളല്ലേ, അതിനകത്ത് മറ്റുള്ള കുട്ടികളും ഉണ്ടായിരുന്നു. ആ കുട്ടികൾ തന്നെ പറയുന്നുണ്ട്, കളിയാക്കുമ്പോൾ ചിരിക്കാൻ അവരോട് പറയും, ചിരിച്ചില്ല എന്നുണ്ടെങ്കിൽ അവർക്കും അടി കൊടുക്കുമെന്ന്. എത്രയും നാളുകൾ കൊണ്ട് ഇവർ ട്രോമയിൽ ഇങ്ങനെ പോവുകയാണ്. ഒരാൾക്കെങ്കിലും ഏതെങ്കിലും വിധത്തിൽ അത് പുറം ലോകം അറിയിക്കാൻ ഇവർക്ക് പറ്റിയില്ലേ? അതാണ് എനിക്ക് ചോദിക്കാനുള്ളത്. അങ്ങേ അറ്റം വരെ ഇവരത് സഹിച്ച് പോയിട്ട് അവസാന ഘട്ടത്തിലാണ് എല്ലാം കലവിട്ടുടയ്ക്കുന്നതെന്ന് പറയുമ്പോൾ എല്ലാം ഇട്ട് പൊട്ടിക്കുന്നത്. ഇപ്പോൾ ഒരു കുഞ്ഞിൻ്റെ ജീവൻ പോയില്ലേ? ഇത്രയും നാളിൽ ഏതെങ്കിലും ഒരു ദിവസം പുറലോകം ആരുടെയെങ്കിലും അടുത്തൊന്ന് പറയുകയോ അറിയിക്കുകയോ ചെയ്തിരുന്നെങ്കിൽ അവനെ അപ്പോഴേ കൈകാര്യം ചെയ്യാമായിരുന്നല്ലോ. ഇപ്പോൾ ഒരു കുഞ്ഞിൻ്റെ ജീവൻ പൊലിഞ്ഞില്ലേ? ആ അച്ഛനും അമ്മയ്ക്കും നഷ്ടമായില്ലേ ആ കുഞ്ഞുങ്ങളെ? ഇനി പോയത് തിരിച്ചു വരുമോ? 10 മാസം ചുമന്ന് കൈ വളരുന്നോ കാല് വളരുന്നോ എന്ന് നോക്കി ഓരോ അമ്മയും അച്ഛനും ആ കുഞ്ഞുങ്ങളെ സംരക്ഷിച്ച് വളർത്തി കഷ്ടപ്പെട്ട്, അതായത് എന്തൊക്കെ പണിയെടുക്കാൻ പറ്റുമോ അത്രയും ത്യാഗം സഹിച്ചാണ് ആ കുഞ്ഞുങ്ങളെ പഠിക്കാനായിട്ട് അവരില്ലാത്ത കാശുണ്ടാക്കി കുട്ടികളെ വിടുന്നത്. പഠിക്കാൻ, അവരുടെ ഒരു ആഗ്രഹം സബലീകരിക്കാൻ. ഇനി എൻ്റെ മക്കൾ വളരുമ്പോഴെങ്കിലും ഞങ്ങൾക്ക് ഒരിടത്ത് സ്വസ്ഥമായി ഇരിക്കാം, കുഞ്ഞുങ്ങളുടെ നല്ല ഭാവി കണ്ട് ആസ്വദിക്കാം എന്നൊക്കെ ആഗ്രഹിച്ച് അച്ഛനും അമ്മമാർ കഷ്ടപ്പെട്ട് അവരെ വിടുന്നത്. ആ കുട്ടികൾ വീട്ടിൽ വരുന്നത് ഒരു വെള്ള പുതപ്പുമായി പൊതച്ചു കിടക്കുന്ന ശരീരവുമായി വരുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കി, അതെങ്ങനെ സഹിക്കാൻ പറ്റും? ഒരമ്മയ്ക്ക് സഹിക്കാൻ പറ്റില്ല. പെറ്റ വയറാണെങ്കിൽ ഒരിക്കലും അത് സഹിക്കാനോ പൊറുക്കാനോ നമുക്ക് പറ്റില്ല. ആ കനൽ എന്നാറും? ഒരു കാലവും മരണം വരെ ആറത്തില്ല.
വല്ലാത്ത വേദനയാണ് ശരിക്കും പറഞ്ഞാൽ. ഞാൻ ഇങ്ങനെയുള്ളതൊന്നും അധികം കാണാറില്ല, എങ്കിലും ചിലതൊക്കെ നമ്മൾ കാണണ്ട എന്ന് വെച്ചാലും വീണ്ടും വീണ്ടും ഇങ്ങനെ കയറി വരും. ഓരോരുത്തരായിട്ട് എടുത്ത് ഓരോരോ ചാനലിൽ ഇടുമ്പോൾ കാണാതിരിക്കാൻ പറ്റില്ല, ഇതിനെക്കുറിച്ച് പറയാതിരിക്കാൻ. ഓൾറെഡി ടെൻഷനുള്ള ഒരാളാണ് ഞാൻ. അതിൻ്റെ ഇടയിൽ ഇങ്ങനത്തെ ടെൻഷൻ കണ്ടാൽ എനിക്ക് ഒന്നും കൂടി ടെൻഷൻ കയറുമെന്നുള്ളത് കൂടി ഞാൻ ഇങ്ങനത്തെ വീഡിയോ ഒന്നും കാണാറില്ല ശരിക്കും. എങ്കിലും ഇത് കാണാതിരിക്കാനും കഴിയുന്നില്ല, പറയാതിരിക്കാനും കഴിയുന്നില്ല. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇത് പറയാൻ വന്നത്. വളരെ വിഷമമുണ്ട്. ഇനിയെങ്കിലും കുഞ്ഞുങ്ങളെ നിങ്ങൾ ഉണർന്ന് പ്രവർത്തിക്കൂ, എനിക്കതാണ് പറയാനുള്ളത്. മറ്റൊരു കുട്ടിയെ ഉപദ്രവിക്കുന്നത് കണ്ടാൽ, അല്ലെങ്കിൽ അവരെ ടോർച്ചർ ചെയ്യുന്നത് കണ്ടാൽ, അല്ലെങ്കിൽ ട്രാഗ് ചെയ്യുന്നത് കണ്ടാൽ, നിങ്ങൾ ആരെങ്കിലും ഒരാളെങ്കിലും അത് പുറത്ത് കൊണ്ടുവരാൻ നോക്കൂ. ഇങ്ങനെ അടച്ചു വെച്ച് അവരെ ഭയന്നുകൊണ്ട്, എന്നായാലും ഒരു മരണമുണ്ട്, അവരെ ഭയന്നുകൊണ്ട് നിങ്ങളിത് ഒളിച്ചു വെച്ചിട്ട് അവസാന ഘട്ടത്തിൽ ഒരു ജീവൻ പൊലിയുമ്പോൾ നിങ്ങളിത് പുറത്ത് കൊണ്ടുവന്നിട്ട് യാതൊരു കാര്യവുമില്ല. എനിക്ക് പറയാനുള്ളത്, ആ സ്പോട്ടിൽ പ്രതികരിക്കുക, ആ സ്പോട്ടിൽ 4 പേരെ അറിയിക്കുക, ആ സ്പോട്ടിൽ അതൊരു ഇഷ്യൂ ആക്കുക. അതാണ് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം. അല്ലാതെ നിങ്ങളിതെല്ലാം സഹിച്ച് വീണ്ടും അവിടെ പഠിക്കാൻ പോയി എന്തിനാ? ഇന്ന് നമ്മൾ സ്കൂളിൽ പോയി അല്ലെങ്കിൽ കോളേജിൽ പോയി ഒരു പ്രശ്നമുണ്ടായി, നാളെ പോണ്ട. അപ്പോൾ കാരണം അന്വേഷിക്കും. അപ്പോൾ അത് പറയുക, അറിയിക്കേണ്ടവരെ അറിയിക്കുക, സീനാക്കുക. മനസ്സിലാവുന്നുണ്ടോ? ആരാണ് തെറ്റ് ചെയ്തത്, ആ വ്യക്തിയെ പുറത്തു കൊണ്ടുവരിക. അതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. അല്ലാതെ ഡെയിലി കോളേജിൽ പോയിട്ട് അവർ തരുന്ന ബുദ്ധിമുട്ടുകളും അനുഭവിച്ചുകൊണ്ട് നിങ്ങൾ അവിടെ തന്നെ പഠിച്ചുകൊണ്ട് അവസാനം ഒരു കുഞ്ഞിൻ്റെ ജീവൻ പൊലിഞ്ഞതിന് ശേഷം ചാനലുകാരോട് വന്ന് കരഞ്ഞ് തുറന്നു പറഞ്ഞിട്ടൊന്നും യാതൊരു കാര്യവുമില്ല. നിങ്ങൾ തന്നെയാണ് നിങ്ങളുടെ ജീവൻ പൊലിയാനായിട്ട് അവസരം ഉണ്ടാക്കി കൊടുക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ? മാർക്ക് കുറയട്ടെ, നമുക്കൊരു ജീവനല്ലേ വലുത്. നമ്മളതല്ല ചിന്തിക്കേണ്ടത്. ഇപ്പോൾ എന്തായി? മാർക്കും ഇല്ല, ഒരു ജീവനും ഇല്ല, ഒന്നുമില്ല, എല്ലാം നഷ്ടപ്പെട്ടില്ലേ? നിങ്ങൾ ചിന്തിക്കേണ്ടതല്ല മാർക്ക് കുറയും, എനിക്കൊരു ജോലി കിട്ടുക, അങ്ങനെയൊന്നും അല്ല ചിന്തിക്കേണ്ടത്. എൻ്റെ അച്ഛനും അമ്മയ്ക്കും ഒരു മകനെയാണ് ആവശ്യം. ജോലി ഇന്നല്ലെങ്കിൽ നാളെ നമുക്ക് ഉണ്ടാക്കാം. കൂലിപ്പണി ചെയ്താലും നമുക്ക് ജീവിക്കാൻ ആരോഗ്യമുണ്ടെങ്കിൽ. നമ്മൾ ചിന്തിക്കേണ്ട ഒരേ ഒരു കാര്യം, സങ്കടമുണ്ട് കേട്ടോ, പറയാതിരിക്കാൻ പറ്റുന്നില്ല, വേദന കാരണമാണ് ഇത് പറഞ്ഞു പോകുന്നത് ചങ്കുകളെ. ഇനി എന്തു പറയണമെന്നും എനിക്കറിയില്ല. ആ കുഞ്ഞിനെ ഞാൻ കണ്ടിട്ടുണ്ട് എവിടെയൊക്കെയോ വെച്ച്, ആ മകനെ. എനിക്കത് കണ്ടപ്പോൾ എനിക്ക് സഹിച്ചില്ല. അതുകൊണ്ടാണ് ഞാൻ ഇപ്പം ഇങ്ങനെ ഒരു വീഡിയോയുമായിട്ട് വന്നത്. നിങ്ങൾ ഇനിയെങ്കിലും കുഞ്ഞുങ്ങളെ നിങ്ങൾ ഉണർന്ന് പ്രവർത്തിക്കൂ. നിങ്ങൾ ഇനിയെങ്കിലും മനസ്സിലാക്കൂ. എത്രയോ കാര്യങ്ങൾ ഈ സമൂഹത്ത് നടക്കുന്നു അല്ലേ? ഒരുപാട് കാര്യങ്ങൾ. എത്ര കുഞ്ഞുങ്ങളുടെ ജീവനാണ് പോയത്. എന്നിട്ടും ഒരു കുഞ്ഞുങ്ങളും പഠിക്കുന്നില്ല എന്നുള്ളതാണ് സത്യം. പഠിക്കുന്നില്ല. എന്ത് പറയാനാ? ആ കുഞ്ഞിൻ്റെ അച്ഛനും അമ്മയ്ക്കും നഷ്ടപ്പെട്ടു ഒരു മകനെ.